ശ്രീ രാജീവ് ശ്രീനിവാസൻ, ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾ അതികഠിനവും അസഹനീയവും ആണെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം കുറിച്ചത്. ഇന്ത്യയുടേത് ഉയർന്ന താരിഫാണ്, അതാണ് ഈ ഒരു വ്യാപാരത്തിൽ തടസ്സമായി നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവയാണ് ഇന്ത്യയുടേതെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ട്രംപിന്റെ ഈ ഒരു അവകാശവാദങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ട്രംപിനെ പറ്റി പറയുകയാണെങ്കിൽ നാക്കിന് എല്ലില്ലാത്ത എന്നൊരു ഭാഷണം ഉണ്ടല്ലോ മലയാളത്തില്. ട്രംപ് അതും ഇതുമൊക്കെ വിളിച്ചു പറയും, അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അതിന്റെ പുറകിൽ വേറെ പല ശക്തികളുണ്ട്, അതിനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ മുൻപിൽ പറയുന്ന കാര്യങ്ങള് നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് വറി ചെയ്യേണ്ട. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, മറ്റൊരു വ്യക്തി ഇവിടെ പറഞ്ഞതുപോലെ, ഇത് ഷോർട്ട് ടേമും ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം ട്രംപ് 25% ടാരിഫ് കൊണ്ടെന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴു പോകും എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന്, ഇതിന്റെ പുറകിൽ നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. രണ്ട്, ഞാൻ ഈ ഒരു ബോത്ത് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആസ്പെക്ട്സിനെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഞാൻ ഈയിടെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യ ശരിക്കും ഒരു അഭിമന്യു സിൻഡ്രോം ആണ് ഇപ്പോ ഫേസ് ചെയ്യുന്നത്. അതായത് ഒറ്റയ്ക്ക്, കംപ്ലീറ്റ്ലി അലോൺ. അഭിമന്യുവിന്റെ കാര്യം അറിയാമല്ലോ. ചക്രവ്യൂഹത്തിനകത്ത് പോയി തന്നെ കയറാൻ അറിയായിരുന്നു, അതിന് ഇറങ്ങാൻ അറിയാൻ വയ്യ. മറ്റുള്ള മഹാരഥിമാരെല്ലാം കൂടെ വന്ന് അദ്ദേഹത്തിനെ വധിച്ചു. അതുപോലെയുള്ള ഒരു ലോൺ സിറ്റുവേഷൻ ആണ് ഇന്ത്യക്ക്. അതായത് ഒരു വശത്ത് ചൈനയുടെ നേതൃത്വത്തിൽ ചൈന ബ്രിക്സ് വഴിയൊക്കെ ലോകം മുഴുവൻ കുടിച്ചടക്കാൻ നോക്കുന്നു. മറുവശത്ത് അമേരിക്ക അവരുടെ സാമ്പത്തിക ശക്തി മറ്റും ഉപയോഗിച്ചിട്ട് അവരുടെ ഡോമിനൻസ് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ഈ എന്താ പറ്റുന്നെന്ന് പറഞ്ഞാൽ, ഒരു ശക്തി മുകളിലോട്ട് വരുന്നത് മറ്റുള്ള വൻ ശക്തികൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതിന് ഒരു അമേരിക്കൻ പ്രൊഫസറിന്റെ ഒരു തിയറി ഉണ്ട്, ത്യുസിഡിഡീസ് ട്രാപ്പ് എന്നും പറഞ്ഞു. അതായത് ഒരു വൻ ശക്തി ഉണ്ടായിരിക്കുമ്പോൾ വേറൊരു വൻ ശക്തി മുകളിലോട്ട് വരികയാണെങ്കിൽ എന്ത് വില കൊടുത്തും അതിനെ താഴെ ഇടാൻ നോക്കും, അവരെ ഉപദ്രവിക്കാൻ നോക്കും. അപ്പൊ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും കൂടെ ലോകം പതിച്ചെടുക്കാൻ നോക്കുകയാണ്, ചൈനയും അമേരിക്കയും കൂടെ. ഓർക്കുന്നുണ്ടോ, പണ്ട് പോപ്പിന്റെ നേതൃത്വത്തിൽ സ്പെയിനിനും പോർച്ചുഗലിനുമായിട്ട് ലോകത്തിന് വിഭജിച്ചതുപോലെ ഇവരുടെ G2 ഐഡിയ, ഇത് ഞങ്ങളുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഏഷ്യ ഇസ് ആർ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ്, വി ആർ ദ ഹെജ്മൻ ഓഫ് ഏഷ്യ, ഇന്ത്യ പൊങ്ങി വരരുതെന്ന് കാര്യമായ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ചൈന ഇത്രയും കഠിനമായി പാകിസ്ഥാനെയും മറ്റും സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയെ എതിർക്കുന്നത്. അതുപോലെ തന്നെ ട്രംപിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയെ ആവശ്യമുണ്ട് ചൈനയെ എതിർക്കുന്നതിന്. പക്ഷേ ട്രംപിന്റെ ഇപ്പോഴത്തെ ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ട്രംപിന് ഒരു വലിയ പ്രശ്നമുണ്ട്. മാനുഫാക്ചറിങ് മുഴുവൻ അവർ കഴിഞ്ഞ ഒരു 10-30 കൊല്ലം കൊണ്ട് കളഞ്ഞു കുളിച്ചു. മാനുഫാക്ചറിങ് മുഴുവൻ ചൈനയിലേക്ക് പോയി. അതിനെ തിരിച്ചു കൊണ്ടുവരണം അമേരിക്കയിലേക്ക് എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ റീസണബിൾ ഒരു ഒബ്ജക്റ്റീവാണ്. അത് നടക്കുമോ എന്നെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം അമേരിക്കയിലെ മാനുഫാക്ചറിങ് കോസ്റ്റ്സ് ആർ ജസ്റ്റ് ടു ഹൈ. യു ക്യാൻറ്റ് അഫോർഡ് ടു മാനുഫാക്ചർ തിങ്സ് ആൻഡ് ദെൻ സെൽ ദം. അപ്പൊ അതുകൊണ്ട് മാനുഫാക്ചറിങ് മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള അതൊരു വ്യാമോഹമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേസമയം വേറൊന്നും കൂടെ ഉണ്ട്. ട്രംപിന്റെ ഒരു വിചാരം, ഈ ടാരിഫ് മറ്റുള്ള രാജ്യങ്ങളിൽ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഫ്രീ മണിയാണെന്നാണ്. ദാറ്റ് ഇസ് നോട്ട് ട്രൂ. അതെന്താ പറ്റുന്ന പറഞ്ഞാൽ, ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒന്നുകിൽ അമേരിക്കയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയില്ല, അല്ലെങ്കിൽ അവര് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് എല്ലാത്തിന്റെയും വില കൂടും. കാരണം ആരും ഇത് മോക്ഷം കിട്ടാനല്ലല്ലോ വാണിജ്യം ചെയ്യുന്നത്, അവർക്ക് പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ഇല്ലാതായാൽ വില കൂട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടാരിഫിന്റെ ഒക്കെ അവസാനം ഒരു തിരിച്ചടി ഉണ്ടാകാൻ അമേരിക്കയിൽ തന്നെ, അപ്പൊ ഇൻഫ്ലേഷൻ മുമ്പോട്ട് പോകാനൊക്കെ ചാൻസ്. അതൊക്കെ പോട്ടെ. വേറൊന്ന് ഞാൻ പറയാനുള്ളത്, ഇതിന്റെ എല്ലാം പുറകില് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും കൂടെ നോക്കണം. രാജ്യങ്ങൾ തമ്മിൽ ആർക്കാണ് എന്തിനാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പൊ തൽക്കാലം ചൈനയ്ക്ക് അവരുടെ ഡിസിപ്ലിൻഡ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി കൂടുതലുണ്ട്. അമേരിക്കയ്ക്ക് അത് കുറഞ്ഞു വരികയാണ്. അവർക്കിപ്പോ ഉള്ളത് അധികം 1-2 കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് കോമ്പിറ്റൻസ് ഉള്ളൂ. ഒന്ന് ഡിഫൻസ്, രണ്ട് ബിഗ് ടെക് എന്ന് പറയുന്ന ഹൈടെക്. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. അതിനെതിരായിട്ട് ഇന്ത്യക്ക് എന്താണ് ഇന്ത്യയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്? ഞാൻ IIM പഠിപ്പിക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ ചോദിക്കാം, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ് നമുക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ലോങ് ടേം കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. നമുക്കിവിടെ പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു. Thousands of years ago we invented all kinds of things.
ഭയങ്കരമായിട്ട് നമ്മൾ അതും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് നമ്മൾ കഴിഞ്ഞ മേ ബി ഫ്യൂ 100 years നമ്മൾ നഷ്ടപ്പെട്ടു പോയി. എന്റെ വിശ്വാസം China can manufacture, America can do certain technologies, പക്ഷേ India should be focusing on intellectual property എന്നുള്ളതാണ്. അതിന്റെ കൂടെ വേറൊന്നും കൂടെ പറയാം. നമ്മള് ഈ അമേരിക്കയായിട്ടുള്ള ട്രേഡ് നമുക്ക് ഇന്ത്യക്ക് നമ്മളെന്ന് പറയുന്നത് ഇന്ത്യക്ക് സർപ്ലസ് ഉള്ളത് ഗുഡ്സിൽ മാത്രമേ ഉള്ളൂ. അതേസമയം സർവീസസിൽ അമേരിക്ക കാര്യമായ സർപ്ലസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സൂം ഉപയോഗിക്കുന്നു, മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്നു, ഗൂഗിൾ ഉപയോഗിക്കുന്നു, മെറ്റ, എല്ലാവരും വാട്സാപ്പിലുണ്ട്. അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഒരു ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് വരുന്നുണ്ട് അവരുടെ ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്നതുകൊണ്ട്. അപ്പൊ ബിഗ് ടെക്കിന്റെ ആ ഒരു എനിക്ക് തോന്നുന്നു 30-40 ബില്യൺ. അത് മാത്രമല്ല വേറൊന്നും കൂടെ ഉണ്ട്. പല ബിഗ് ടെക് ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടല്ല വരുന്നത്, അവർ യൂറോപ്പിൽ പോയിട്ട് അയർലൻഡ് വഴിയാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ കണക്കുകൾ നേരെ വരികയില്ല. പക്ഷേ ദർ ഇസ് എ ഹ്യൂജ് ഡെഫിസിറ്റ് ഫോർ അസ്. അപ്പൊ ആ ഭാഗം കൂടി നമ്മൾ നോക്കണം. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. ഇന്ത്യ is subsidizing the US to the tune of $20 billion every year on educational expenses. ഇവിടുന്ന് എത്രയോ കുട്ടികളാണ് അവിടെ പോയി പഠിക്കുന്നത്. ആ കുട്ടികളാണ് ബ്രിട്ടനിലെ പ്രത്യേകിച്ചും അമേരിക്കയിലെയും യൂണിവേഴ്സിറ്റിയെ സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് തന്നെ പറയാം. അപ്പൊ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേറൊരു ഇഷ്യൂ, മൈക്രോസോഫ്റ്റ് നയാറ എന്നുള്ള ഒരു ഇന്ത്യൻ കമ്പനിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് നിർത്തിയ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. അവരുടെ ആ ബിഗ് ടെക് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ടിരിക്കുകയാണ്. ഇന്ത്യ ആ വെബ് ബേസ്ഡും ക്ലൗഡ് ബേസ്ഡും അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഞാൻ IPRന്റെ കാര്യം പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ത്യ സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ബേസ്ഡ് പ്രോഡക്ട്സ് കൂടുതൽ ഉണ്ടാക്കണം. ഇപ്പൊ സോഹോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെയുള്ള ഒരു വശത്തേക്ക് പോകണമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതാണ് നമ്മളുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നാണ് എന്റെ വിശ്വാസം.